മാങ്കൂട്ടാക്രമണമോ അല്ലെങ്കിൽ കൂട്ടാക്രമണമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ആ, ജിമ്മി, ഇപ്പോൾ 2 ദിവസമായി നടക്കുന്ന സൈബർ ആക്രമണം അതിൻ്റെ രീതി തന്നെ മാറിയിട്ടുണ്ട്. ഒരു വല്ലാത്ത രീതിയിൽ മാസ് അറ്റാക്കാണ്. ഇന്നിപ്പോൾ അതിജീവിത പരാതി നൽകിയിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പ്രധാനപ്പെട്ട വ്യക്തിക്കെതിരെ ഒരു സ്ത്രീ പീഡനവുമായി ബന്ധപ്പെട്ടുള്ള എന്ത് പരാതി വന്നാലും പുറത്തു വരുന്നൊരു പ്രത്യേക മാനസിക രോഗമാണിത്. കേരളത്തിൽ ഇതിന് മുമ്പ് ഉണ്ടായിട്ടുണ്ട് ഈ പറയുന്ന തെറിക്കൂട്ടത്തിൻ്റെ ആക്രമണം. എത്രയോ തവണ നമ്മൾ കണ്ടിട്ടുണ്ട്. രാഷ്ട്രീയ നേതാവ് മാറും, പക്ഷേ വിഷയം ഇതാണെങ്കിൽ, ഒരു സ്ത്രീയുടെ മാനത്തിന് വില പറഞ്ഞതാണെങ്കിൽ, സ്ത്രീക്കെതിരായ അതിക്രമമാണെങ്കിൽ വൻ രീതിയിൽ മറുപക്ഷത്ത് ആൾ കൂടുന്നതും ഒരു വലിയ ആക്രമണം നടക്കും നമ്മൾ സ്ഥിരമായി കാണുന്നതാണ്. ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം മാത്രമാണ് അടുത്ത ആഴ്ച വിധി വരാൻ പോകുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപ് 8ാം പ്രതിയായ കേസ്. ഓർക്കുന്നില്ലേ? കേരളം ഏതാണ്ട് രണ്ടായി തിരിയുന്ന രീതിയിലായിരുന്നു വലിയ ആക്രമണങ്ങളും വാദപ്രതിവാദങ്ങളും എല്ലാം. അതിൽ പ്രതികളായവരെ വെളുപ്പിക്കാൻ പ്രധാനപ്പെട്ട മാധ്യമങ്ങൾ പോലും ഇറങ്ങി നിന്ന് ബാറ്റ് ചെയ്യുന്ന കഥ നമ്മൾ കണ്ടതാണ്. അവിശ്വസനീയമാണെന്ന് തോന്നും. പക്ഷേ എപ്പോഴും അമ്മയെ തല്ലിയാൽ 2 പക്ഷം എന്ന് പറയുന്നത് പോലെ ഈ പെൺകുട്ടി, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ വിഷയം, ഈ പെൺകുട്ടിയുടെ ശബ്ദരേഖ കേട്ട ആർക്കും ആ ശബ്ദരേഖ വ്യാജമാണെന്ന് പറയാൻ ഇപ്പോൾ ധൈര്യമില്ല. ഒരു നേതാവേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ കരളലിയിക്കുന്ന ഒരു കഥ പറഞ്ഞ ഒരാളുടെ ഉദ്ദേശശുദ്ധിയെയും അവർ ശരിയല്ല എന്ന് സ്ഥാപിക്കാനുള്ള അതിഭീകരമായ ഒരു മാനസികാവസ്ഥയുള്ള ആളുകൾ, അതിൽ പുരുഷന്മാർ മാത്രമല്ല സ്ത്രീകളുമുണ്ട്. ഒരു പക്ഷേ സ്ത്രീകൾ കൂടുതലാണോ എന്ന രീതിയിൽ ഇപ്പോൾ എടുത്തിരുന്ന കേസിൽ, കേരള പോലീസിൻ്റെ കേസിൽ 4 പ്രതികളോ മറ്റോ ഉണ്ട്. അതിൽ 2 പ്രതികൾ സ്ത്രീകളാണ്. അതിൽ ഒരു പ്രതിയുടെ 2 FB അക്കൗണ്ടുകൾ വെച്ചിട്ട് ആക്ച്വലി അങ്ങനെയാണ് പ്രതികൾ 5 ആകുന്നത്. ഇതിനകത്ത് സ്ത്രീയൊന്നും പുരുഷനോ വ്യത്യാസമില്ല, ഇറങ്ങി നിന്ന് കളിക്കുകയാണ്. ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഒരു ആളുടെ ഫേസ്ബുക്ക് പോസ്റ്റിൻ്റെ വിശദാംശങ്ങളൊന്നും ജസ്റ്റ് പറയാം. രഞ്ജിത പുളിക്കൻ കഴിഞ്ഞ 26-ാം തീയതിക്ക് ശേഷം 47 പോസ്റ്റുകളാണ്, ഫേസ്ബുക്ക് പോസ്റ്റുകളാണ് ഇറക്കിയിരിക്കുന്നത്. 47 എണ്ണം. ഭ്രാന്ത് പിടിച്ചതുപോലെയാണ് ആക്രമണം. പറയുന്ന വരികൾ വായിക്കുന്നത് ശരിയല്ലെങ്കിലും പ്രേക്ഷകർ അത് പറയാതിരിക്കാൻ പറ്റില്ല. കാമഭ്രാന്തി പെരുങ്കള്ളി എന്നൊക്കെ വിളിച്ചിട്ടാണ് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. നമ്മൾ അതിലെ മുഴുവൻ വാചകങ്ങളും വായിക്കേണ്ട എന്നുള്ളതാണ്. ഞാൻ വിട്ടു എന്തായാലും പറഞ്ഞു പോയതാണ്. എന്താണ് ഈ ആളുകളുടെ മാനസികാവസ്ഥ എന്നുള്ളതാണ്. ഈ രാഷ്ട്രീയം, ഒരു നേതാവിനെ സംരക്ഷിക്കാനുള്ള താല്പര്യം, അതൊക്കെ ആയിക്കോട്ടെ, പക്ഷേ വളരെ മോശം വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഈ ഒരു അറ്റാക്കിൻ്റെ പിന്നിലെ മനോനില എന്താണ്? കേരളത്തിൽ മാനസിക നില തെറ്റിയ ആളുകളുടെ ഒരു വലിയ കൂട്ടമായി മാറുന്ന രീതിയിലാണ് ഈ ആളുകളെല്ലാം ആക്രമണം നടത്തുന്നത്. 4 പേരാണ് പ്രതികൾ. അതിൽ ഇപ്പോൾ ഞാൻ വായിച്ച രഞ്ജിത പുളിക്കൽ കൂടാതെ ഒരു അഭിഭാഷകയുണ്ട്, ദീപ ജോസഫ്, രാഹുൽ ഈശ്വർ, സന്ദീപ് വാര്യർ. രാഹുൽ ഈശ്വരൊക്കെ പിന്നെ ഒരു രക്ഷയുമില്ല. അതായത് രാഹുൽ ഈശ്വർ എന്താ പറയുന്നത്, രാഹുൽ ഈശ്വർ നിയമം പഠിച്ച ആളെന്നാണ്. നിയമം പഠിച്ച ഒരാൾക്ക് എങ്ങനെയാണ് ഈ സംഭവം ബന്ധപ്പെട്ട പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി ഏതെങ്കിലും രീതിയിൽ വെളിപ്പെടുത്താനാവുക? BNS സെക്ഷൻ 228 പ്രകാരം 2 വർഷം ശിക്ഷയാണ്. ഏതെങ്കിലും രീതിയിൽ പെൺകുട്ടിയുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിയാൽ നിങ്ങൾ ശിക്ഷിക്കപ്പെടും. അതറിയാം, ഞാനൊരു നിയമ വിദ്യാർത്ഥിയാണ് എന്ന് പറഞ്ഞിട്ട് പിന്നെ മുഴുവൻ പേരൊഴിച്ച് ബാക്കി എല്ലാം അങ്ങ് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ് അത് പബ്ലിക് ഡൊമൈനിലുള്ള വിവരങ്ങളാണ്. ഏതാ പബ്ലിക് ഡൊമൈൻ? കോടതിയിൽ കൊടുത്ത മുൻകൂർ ജാമ്യ ഹർജിയിൽ ഉണ്ടെന്ന് പറയുകയാണ്. അതെങ്ങനെയാണ് പബ്ലിക് ഡൊമൈൻ ആണെന്ന് നിങ്ങൾ വാദിച്ച് സ്ഥാപിച്ച്? എന്തൊരു ബുദ്ധിമുട്ടാണെന്ന് നോക്കണം. ഒരു കാരണവശാലും നിയമത്തിൻ്റെ സ്പിരിറ്റിനെതിരായിട്ട് അയാൾ പോവുകയും അത് 4 പേർ അറിഞ്ഞോട്ടെ എന്ന് പറയുകയും ചെയ്തതാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇപ്പോൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ അടിസ്ഥാനം. വേറൊരു വിദ്വാൻ ഇന്നലെ പറഞ്ഞതുപോലെ KPCCയുടെ ജനറൽ സെക്രട്ടറിയാണ്, അത് സന്ദീപ് വാര്യരാണ്. സന്ദീപ് വാര്യരാണെങ്കിൽ ഇതൊന്നുമല്ല, ഈ കുട്ടിയുടെ മറ്റ് വിശദാംശങ്ങളാണ് പുറത്തുവിടാൻ ശ്രമിച്ചത്. വളരെ വളരെ വിശദമായി വിവാഹിതയാണെന്നൊരു വാദമുണ്ടെങ്കിൽ, അങ്ങനെയാണെങ്കിൽ ആ കുട്ടി സെപ്പറേറ്റഡ് ആണെങ്കിൽ ആ സെപ്പറേഷൻ ശരിയല്ല എന്ന് പറഞ്ഞ് മറ്റ് വിശദാംശങ്ങൾ വിശദമായി പതിയാൻ പറയുന്നില്ല, വിശദാംശങ്ങൾ പറയുകയാണ്. അങ്ങനെ ഇനിയിപ്പോൾ തൊട്ട് കാണിക്കേണ്ട ആവശ്യമില്ല, ബാക്കിയെല്ലാം മനസ്സിലായി എന്നിരിക്കുമ്പോൾ അതാ സോഷ്യൽ മീഡിയയിൽ ഈ പെൺകുട്ടിയുടെ ചിത്രങ്ങൾ വരികയാണ്. ഇന്നലെ മുതൽ അടുത്ത ചിത്രമാണ്. ബാക്കി മുഴുവൻ വിശദാംശങ്ങളും നമ്മളെല്ലാവരെയും പഠിപ്പിച്ച ശേഷം, ആളുകളെല്ലാം പഠിപ്പിച്ച ശേഷം അടുത്ത റൗണ്ട് ചിത്രങ്ങളാണ്. ആ ചിത്രങ്ങൾ എങ്ങനെ പുറത്തു വരുന്നതിനെക്കുറിച്ച് അന്വേഷിച്ച് പോകുമ്പോഴാണ് നമ്മൾ ഞെട്ടുന്നത്. KPCCയുമായി ബന്ധമുള്ള സോഷ്യൽ മീഡിയ സെല്ലിലെ ചില ആളുകൾ ചേർന്നുണ്ടാക്കിയ അനൗദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലാണ് ഇവളുടെ പേര് വിവരങ്ങളും ഫോട്ടോയും പുറത്തുവിടാനുള്ള ആഹ്വാനം. നമ്മൾ ആ വാർത്തയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തു. നോക്കണേ, എന്തൊരു പ്ലാൻഡ് ആയിട്ടും എന്തൊരു ഓർഗനൈസ്ഡ് ആയിട്ടുമാണ് ഈ ആക്രമണം നടന്നത്. ആദ്യം വിശദാംശങ്ങൾ പുറത്തുവിടുക, അതിനകത്ത് ചില കുഴപ്പങ്ങളുണ്ടെന്നും ചില പ്രശ്നങ്ങളുണ്ടെന്നും ആ കേസ് അത്ര സുമാറല്ല എന്നും ഉള്ളൊരു പുകമറ സൃഷ്ടിക്കുക, അതിനുശേഷം അവരുടെ പടം പുറത്തുവിടുക. അങ്ങനെ
ഈ പെൺകുട്ടിയെ ഇരയെ പരമാവധി സമ്മർദ്ദത്തിലാക്കുക. ഈ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ സമാധാനം പറയുമോ? കേസ് മാറും, കളി മാറും. നിങ്ങളുടെ ഒരു ആവേശത്തിന് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നുന്നുണ്ടാകും ഇതായിരിക്കും നിങ്ങളുടെ ന്യായവാദം, ഈ പെൺകുട്ടി പറയുന്നത് ശരിയല്ലെന്ന് തോന്നുന്നുണ്ടാകും. അപ്പോഴും സഭ്യമായ വാക്കുകൾ ഉപയോഗിക്കുക എന്നൊരു അടിസ്ഥാനപരമായ കാര്യമില്ലേ? ഇതങ്ങനെയല്ല. KPCCയുടെ സോഷ്യൽ മീഡിയ സെല്ലുള്ള ആളുകൾക്ക് ഇതാണ് പണിയെങ്കിൽ എങ്ങനെയാണ് ഈ പ്രസ്ഥാനം ഇതുവരെ ചെയ്തിരുന്നോട് നോക്കാം. ഈ KPCCക്ക് അകത്തുള്ള നേതാക്കൾക്കെതിരായ സൈബർ അറ്റാക്കുകൾ നമ്മൾ സ്ഥിരമായി കണ്ടുകൊണ്ടിരുന്നതല്ലേ. അപ്പോൾ നമ്മൾ വിചാരിക്കുക ഇത് CPMൻ്റെ ഭാഗത്തു നിന്നായിരിക്കും എന്നാണ്. അല്ല, സംഘടനാ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് KPCC പ്രസിഡന്റായി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇരുന്ന കാലത്ത് തുടങ്ങിയതാണ്. മുല്ലപ്പള്ളിക്കെതിരായിരുന്നു ഏറ്റവും വലിയ ആക്രമണം. സുധാകരൻ വന്നപ്പം കുറച്ച് നേരത്തേക്ക് നിന്നു. അത് കഴിഞ്ഞ് ഈ വിവാദം വരുമ്പോൾ, ആദ്യം രാഹുൽ മാങ്കൂട്ടത്തിലുള്ള ആദ്യ ആക്ഷേപം വരുമ്പോൾ, ആദ്യ ശബ്ദരേഖ വരുമ്പോൾ VD സതീശൻ ഒരു പ്രതികരണം നടത്തിയതിൻ്റെ പുറത്ത് VD സതീശനെ വിളിച്ച പേരെന്താ? കെയറച്ചൻ എന്ന് വിളിച്ചുകൊണ്ടാണ് കളിയാക്കിയത്. അത് വെറും സോഷ്യൽ മീഡിയ അല്ല, ഒരു ഓൺലൈൻ മീഡിയമാണ് ഈ ഇതെടുക്കുകയും കെയറച്ചൻ എന്ന തമ്പുണ്ടാക്കുകയും അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോയും ചെയ്തത്. വിലക്കെടുത്തിട്ടാണ് ചെയ്യുന്നതെന്നായിരിക്കാം കരുതുക. പക്ഷേ എങ്ങനെയാണ് ഒരു പ്രതിപക്ഷ നേതാവിനെ ഇങ്ങനെ വിളിക്കാനാവുക? അത് കഴിഞ്ഞ് രമേശ് ചെന്നിത്തലയെ വെറുതെ വിട്ടോ? എന്തിന് M ലിജുവിനെ വെറുതെ വിട്ടോ? എത്ര കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം ഈ സൈബർ ആക്രമണത്തിൽ തകർന്ന് താഴെ പോയിട്ടുണ്ട്. നമ്മൾ സംസാരിക്കുമ്പോൾ പല കോൺഗ്രസ് നേതാക്കളും പറയുന്നത് ഒരു രക്ഷയില്ല, സൈബർ ആക്രമണം വരും, തൽക്കാലം ഞാൻ ഇന്ന് മിണ്ടുന്നില്ല എന്നാണ്. അതായത് കോൺഗ്രസിനകത്തുള്ള നേതാക്കളെ പോലും വരുതിയിലാക്കാനുള്ള ശക്തിയുള്ള രീതിയിൽ ഉള്ള തെറിക്കൂട്ടമായി ഒരു വലിയ സംഘം പ്രവർത്തിക്കുന്നു കേരളത്തിൽ എന്നുള്ളതാണ്. അതിൻ്റെ അർത്ഥം ഇടതുപക്ഷത്തോ CPMലോ ഇതില്ല എന്നുള്ളതല്ല. ഒരു പ്രധാനപ്പെട്ട നേതാവിനെ വല്ലാതെ പുകഴ്ത്തി കഴിഞ്ഞപ്പോൾ ആ സംഘത്തെ, ആർമി എന്ന് വിളിക്കുന്ന ആ സംഘത്തെ നിയന്ത്രിക്കാനുള്ള ചില നടപടികളൊക്കെ CPMൻ്റെ ഭാഗത്തുണ്ട്. അത് മറന്നുകൊണ്ടല്ല പറയുന്നത്. പക്ഷേ ഇവിടെ വിഷയം ഓരോരോ നേതാക്കളെ ടാർഗറ്റ് ചെയ്ത് KPCC പ്രസിഡന്റിന് മുതൽ അങ്ങ് താഴെത്തട്ടുള്ള ആളുകളെ വരെ കൃത്യമായി ടാർഗറ്റ് ചെയ്യുന്ന, എനിക്കിഷ്ടമില്ലാത്ത ആളുകളെ മുഴുവൻ പിടികൂടുന്ന ഒരു പ്രത്യേക മനോനിലയിൽ പ്രവർത്തിക്കുന്ന സംഘം. ഇതിനൊക്കെ പണം എവിടുന്നാണ്? ഒരു സോഷ്യൽ മീഡിയ അറ്റാക്ക് പ്ലാൻ ചെയ്യണമെങ്കിൽ നൂറുകണക്കിന് ഹാൻഡിലുകളിൽ നിന്ന് ആളുകൾ അറ്റാക്ക് ചെയ്യണം. അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഇതിനകത്ത് താഴെ കീഴെ വന്ന് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും അത് ഷെയറായും ലൈക്കായും മൾട്ടിപ്ലൈ ചെയ്ത് പോകണം. എന്ത് വലിയ പണച്ചെലവുള്ള പരിപാടിയാണ്. അപ്പോഴാണ് ഓർക്കുന്നത്, തെരഞ്ഞെടുപ്പുകൾ കുറേ കഴിഞ്ഞില്ലേ? പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, ചില ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു, അത്യാവശ്യം പണമൊക്കെ ഉണ്ട്, കോടികളൊക്കെ സമ്പാദിച്ചു വെച്ചിരിക്കുന്ന വാർ ചെസ്റ്റുകളുണ്ട് ഇവരുടെയൊക്കെ കയ്യിൽ. ഈ വാർ ചെസ്റ്റുകൾ നിറങ്ങുന്ന പണം ഈ തെറിക്കൂട്ടത്തെ തീറ്റിപ്പോറ്റാനാണ്, തെറി വിളിക്കാനാണ് എല്ലാ ദിവസവും രാവിലെ. ഇന്ന് രാവിലെ ആളുടെ നെഞ്ചത്ത് കയറണമെന്ന് തീരുമാനിച്ചിറങ്ങുകയാണ്. രാവിലെ വാട്സാപ്പും തുറന്ന് അല്ലെങ്കിൽ ലാപ്ടോപ്പ് തുറന്ന് ഇരിക്കുകയാണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഓർഗനൈസ്ഡ് ക്രൈം അല്ലേ? ഇത് ഓർഗനൈസ്ഡ് ക്രൈമാണെന്ന് മാത്രമല്ല, ഇതിന് പിന്നിൽ കൃത്യമായ ബുദ്ധി കേന്ദ്രമുണ്ട്, അല്ലെങ്കിൽ ബുദ്ധി കേന്ദ്രങ്ങളുണ്ട്. ഓരോ ദിവസവും എങ്ങനെ ചെയ്യണം, ആർക്കെതിരെ ചെയ്യണം, അതേത് രീതിയിൽ ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വ്യക്തമായ നിർദ്ദേശവും പദ്ധതിയും അനുസരിച്ചാണ് ഓരോ ദിവസവും ഈ സംഘം നീങ്ങുന്നത്. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഇത് ആദ്യം ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള അവരുടെ മറ്റു വിവരങ്ങൾ പങ്കുവയ്ക്കുക, എന്നിട്ട് അതിനകത്തൊരു കുഴപ്പമുണ്ടോ എന്ന് വരുത്തി തീർക്കുക. എനിക്ക് തന്നെ എത്ര മെസ്സേജുകളൊന്നറിയോ ആദ്യത്തെ ദിവസം, നിങ്ങൾ ഈ പറയുന്ന വാർത്ത ശരിയല്ലല്ലോ, ഇങ്ങനെ പലയിടത്തും കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ എനിക്ക് അറിയാവുന്ന ആളാണ്, ഞാൻ നിങ്ങൾക്ക് ഇത് എവിടെ നിന്നാണ് കിട്ടിയത്? അത് വാട്സാപ്പിൽ ഫോർവേഡ് ചെയ്ത് വന്നതാണ്. അതിനുശേഷം പെൺകുട്ടിയുടെ ചിത്രം പൊങ്ങി വരുന്നു. ഈ ചിത്രം പൊങ്ങി വരുമ്പോൾ ഇപ്പോൾ കേസിൽ പ്രതിയായിട്ടുള്ള സന്ദീപ് വാര്യരാണ് അതിനകത്ത് അറിഞ്ഞോ അറിയാതെ അതിനകത്തൊരു പ്രതി. അറിഞ്ഞുകൊണ്ട് തന്നെയാണെന്ന് ഞാൻ സംശയിക്കുന്നത്. ഈ അദ്ദേഹത്തിൻ്റെ ചിത്രം ആരും അറിയാതെ പെട്ടെന്ന് അങ്ങ് കുത്തി പൊങ്ങുകയാണ്. ഈ വിഷയത്തിൽ സന്ദീപ് വാര്യർ അഭിപ്രായപ്പെടുന്നു. സന്ദീപ് വാര്യർ അതിനകത്ത് എനിക്ക് ഈ കുട്ടിയെ അറിയാം. അല്ല, ഈ കല്യാണത്തിന് പോയ ആൾക്കാണല്ലോ, ഈ കല്യാണത്തിന് പോയിട്ടുണ്ട്, ഞാൻ ഫോട്ടോ എടുത്തിട്ടുണ്ട് എന്നത് വ്യക്തമായിട്ട് അറിയാം. അല്ലാതെ കഴിഞ്ഞ വർഷം ഇദ്ദേഹം ആ കല്യാണത്തിന് ആ ദിവസം പോയി പങ്കെടുത്തു എന്ന് ബാക്കി എല്ലാവരും ഓർത്തിരിക്കുകയല്ലോ. ഒരു കാരണവശാലും ഇല്ല. അപ്പോൾ അത് പറയാം, ജനങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് എനിക്കറിയാം, ഞാൻ ഈ കല്യാണത്തിന് പങ്കെടുത്തതാണ്, ഞാൻ ഈ കല്യാണത്തിന് പങ്കെടുത്തപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ശരിയല്ല, അവർ വളരെ അടുത്ത ബന്ധമാണ്, ഇപ്പോഴും അവർക്ക് അടുപ്പമുണ്ടെന്നൊക്കെയാണ് ഞാൻ കരുതുന്നത്. പോസ്റ്റ് ഇടുന്നു. പിന്നെ ഒരു പോസ്റ്റ് എന്താ, എൻ്റെ ഫോട്ടോ എൻ്റെ താഴെ കിടപ്പുണ്ട്, ഞാനത് ഡിലീറ്റ് ചെയ്യുകയാണ്. അപ്പോഴേക്കും ഈ ഫോട്ടോ ആളുകളെടുത്ത് വിശദമായി പടർത്തി കഴിഞ്ഞിരുന്നു. ആ ഫോട്ടോയിൽ നമുക്ക് ഫോണുകളിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ചുരുക്കത്തിൽ എങ്ങനെയാണോ ഒരു നിയമത്തിൽ പറയുന്നത്, ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ ഒരു സ്ത്രീയുടെ വ്യക്തിത്വം സംരക്ഷിക്കാൻ വേണ്ടി എങ്ങനെയാണോ നിയമങ്ങൾ ഉണ്ടാക്കപ്പെട്ടത്, ഓർമ്മയുണ്ടല്ലോ പണ്ട് ഒരു കേരളത്തെ പിടിച്ചു കുലുക്കിയ ഒരു കോൺഗ്രസ് നേതാവ് പ്രതിയായ സ്ത്രീപീഡന കേസിൽ ആ കുട്ടിയെ കേരളം മുഴുവൻ തെളിവെടുപ്പിനായിട്ട് കൊണ്ടു നടന്ന് ആ കുട്ടിയുടെ മാനം കെടുത്തിയത്, ഒരു പത്രം ആ കുട്ടിയുടെ ചിത്രം വരെ അടിക്കുന്ന സ്ഥിതിയുണ്ടായി. അതിനുശേഷം കേരളത്തിലെയും ഇന്ത്യയിലെയും നീതിന്യായ വ്യവസ്ഥകൾ കുറച്ചുകൂടെ അനുഭാവപൂർവമായ തീരുമാനം കൈക്കൊണ്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു കാരണവശാലും പെൺകുട്ടിയുടെ അവർ മരിച്ചാൽ പോലും
അവരുടെ ഐഡൻറ്റിറ്റി വെളിവിടരുതെന്ന് പറഞ്ഞത്. ഇപ്പോൾ എന്തായി? ഈ പറയുന്ന BNS 228 ഒക്കെ ആവിയിൽ പോയി. എല്ലാവർക്കും അറിയാം, എല്ലാ വിവരങ്ങളും അറിയാം. എന്തിനാണ് ഇങ്ങനൊരു നിയമം? മാധ്യമങ്ങൾ ആത്മനിയന്ത്രണം പാലിക്കുന്ന ഒരു കാലത്ത് മാധ്യമങ്ങൾ വളരെ കൃത്യമായി ഈ കാര്യങ്ങൾ പറയുന്നതിൻ്റെ പരിധിക്ക് ഇപ്പുറത്തുനിന്നുകൊണ്ട് മാത്രം സംസാരിക്കുമ്പോൾ ഒരു വശത്ത് വെട്ടിക്കിളി കൂട്ടമിറങ്ങി എന്തും പറയുക, എന്തും ചെയ്യുക. എന്നിട്ടോ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കഴിഞ്ഞ കുറേ ദിവസമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നടപടിയെടുത്ത പാർട്ടിയുടെ പേര് കോൺഗ്രസ്. അതേ രാഹുൽ മാങ്കൂട്ടത്തിന് റീ എൻട്രി ഉണ്ടാക്കി കൊടുത്തതും രാഹുൽ മാങ്കൂട്ടത്തിനെ മണ്ഡലം മുഴുവൻ കൊണ്ടു നടന്നതും ആ പാർട്ടിയുടെ പേര്, അതും കോൺഗ്രസ്. ഇത്രയൊക്കെ ചെയ്തതിന് ഒന്നും പോരാത്തതിന് KPCCയുടെ ജനറൽ സെക്രട്ടറി, AICC ജനറൽ സെക്രട്ടറി ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന് കൈയടിക്കുന്നു. ആ പാർട്ടിയുടെ പേരും കോൺഗ്രസ് എന്നാണ്. ഈ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഒരു പ്രത്യേകത ശ്രദ്ധിച്ചോന്ന് അറിയില്ല. രാഹുൽ മാങ്കൂട്ടത്തിനുമായി കൂടെ നിന്ന ഒരുപാട് പേർക്ക് സീറ്റ് കിട്ടിയിട്ടുണ്ട്. പാർട്ടി സസ്പെൻഡ് ചെയ്ത പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ നേതാവിനെ, രാഹുൽ മാങ്കൂട്ടത്തിനെ, നിയമസഭയിൽ വന്നപ്പോൾ കൂടെ വന്ന ഒരാളുണ്ട്, നേമം ഷജീർ. നേമം ഷജീർ ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ നേമത്തിൽ നിന്ന് മത്സരിക്കുക. ഇതെങ്ങനെ ചെയ്യാമെന്ന്? ഇതെങ്ങനെ പറ്റും കോൺഗ്രസ്സെ? അപാര ശേഷിയാണ്. ഒരുപാട് പേര്, റിനോ പി രാജൻ സുഹൃത്തുക്കളാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്, സുധീർ ഷാ, ഒരുപാട് ഇവരെല്ലാം ഇലക്ഷന് മത്സരിക്കുകയാണ്. ഫെനിയും ഉണ്ടെന്നാണ് ഞാൻ ഫെനി നയന ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. ഫെനി നയൻ്റെ വീട്ടിലാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നുണ്ട്. അപ്പോൾ ഈ കൂടെ നിൽക്കുക, കൈയടിക്കുക മാത്രമല്ല, പാർട്ടി നടപടിയെടുത്ത ഒരാളുടെ കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ വേറെ ഏതെങ്കിലും പാർട്ടിയിലായിരുന്നെങ്കിൽ വിവരം അറിയും. പാർട്ടി സസ്പെൻഡ് ചെയ്ത, പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ ഒരാളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ കോൺഗ്രസ് അവർ അതിനെ സംരക്ഷിക്കുന്നത്, അതിനെ നടപടി കൊടുക്കുന്നത് അവരെ ഇലക്ഷൻ മത്സരിപ്പിച്ചുകൊണ്ടാണ്. പാർട്ടി നടപടിയെടുത്ത ഒരു നേതാവിൻ്റെ കൂടെ നിന്നാൽ നിങ്ങൾക്ക് ശിക്ഷയല്ല കിട്ടുന്നത്, നിങ്ങൾക്ക് കിട്ടുന്നത് സമ്മാനമാണ്. എന്തൊരു പരിപാടിയാണിത്? ഇത് കളിച്ച് ഞാൻ ഭയപ്പെടുകയാണ്. നമ്മളൊരു ഒരു ആപൽ ഘട്ടം കടക്കുകയാണ് ഇന്ന് രാത്രിയാകുമ്പോഴേക്കും. ഇത് ഇരയാകുന്ന പെൺകുട്ടിക്ക് ഉണ്ടാക്കാൻ പോകുന്ന മാനസികാവസ്ഥ എന്താണെന്ന് ഒരാൾ ഊഹിക്കാൻ പറ്റാത്ത ഘട്ടത്തിൽ കടന്നിരിക്കുന്നു എന്നാണ് പലരും പറയുന്നത്. അങ്ങനെ സംഭവിക്കുക, അങ്ങനെയൊന്നും ആകാതിരിക്കട്ടെ. പക്ഷേ ഇത് വല്ലാത്തൊരു രീതിയാണ്. പോലീസ് ഇന്ന് 4 പേർക്കെതിരെ കേസെടുത്തു, നല്ല കാര്യം. പക്ഷേ KPCCയുടെ മീഡിയ സെല്ലിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ആഹ്വാനം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും കേസെടുക്കണം. വളരെ ശക്തമായ നടപടികൾ വേണം. കാരണം ഇതൊരു ആസൂത്രിത നീക്കമായിരുന്നു. പെൺകുട്ടിയുടെ വിശദാംശങ്ങളും പിന്നീട് ചിത്രവും പിന്നീട് മുഴുവൻ കാര്യങ്ങളും പറയാനും പെൺകുട്ടിക്ക് മോശക്കാരിയാക്കുന്ന വ്യാപകമായ പോസ്റ്റുകൾ കുത്തിപ്പൊക്കുന്നതിനും പോസ്റ്റ് എഴുതുന്നതിനുമൊക്കെ ആളുകളെ സജ്ജമാക്കി നിർത്തുകയാണ്. വളരെ ഗുരുതരമായൊരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ ഇന്ന് കടന്നു പോകുന്നത്. ഇന്ന് ഇത് അവസാനിപ്പിക്കണം സർക്കാരും പോലീസും. Meet the editors.